ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു 9:45. ആ ട്രെയിന് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റെയിൽവേക്ക് പോയി. അപ്പോൾ ഇവിടെ അടുത്തുള്ള വാണിയമ്പലം എന്നുള്ള റെയിൽവേ നാട്ടാണ് ഞങ്ങൾ പോകുന്നത്. സഞ്ജുവിന് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയൊരു റെയിൽവേ ആട്ടത്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ അപ്പുറത്തുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ എത്തണം. ഞങ്ങൾ ട്രെയിൻ അവിടേക്കാണ് വരിക. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ നിലമ്പൂരിക്കുള്ള ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവിടുന്ന് ഒരു ലൈറ്റ് വരുന്നില്ല. അത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ്. തൃശ്ശൂരിക്കാട്ടോ ട്രെയിന്. ഇവിടെ നേരിട്ട് ഗുരുവായൂർക്ക് ട്രെയിനില്ല. അങ്ങനെ ട്രെയിൻ കിട്ടി. അങ്ങാടിപ്പുറമൊക്കെ എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടി. എനിക്ക് അവിടെ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന്. പിന്നെ അതിപ്പോൾ ഷൊർണൂർ എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി. ഷൊർണൂർ എത്തിയപ്പോൾ സഞ്ജു ഞാനും ഒരുമിച്ചിരുന്ന്. അതുവരെ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ എത്താനായി. അങ്ങനെ തൃശ്ശൂർ എത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ ട്രെയിനുള്ളത് ഞങ്ങൾ 12 മണിയായപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. പിന്നെ 12:45 ഗുരുവായൂർക്കുള്ള വണ്ടി ഉള്ളത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സഞ്ജു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗുരുവായൂർക്കുള്ള. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഗുരുവായൂർക്കുള്ള ട്രെയിൻ വന്നിട്ടോ. അതിൽ തിരക്കൊന്നുമില്ലായിരുന്നു. നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. അത്ര ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ 2 ചായ അല്ല കേട്ടോ, കാപ്പിയാണ് കുടിച്ചത്. നല്ല മഞ്ഞ ഉണ്ടായിരുന്നു. അങ്ങനെ 2 കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ ട്രെയിൻ എടുത്ത് ഗുരുവായൂർക്കുള്ള ട്രെയിൻ എടുത്ത്. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ അധികം യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്താൽ അപ്പോൾ കാലിൽ മസിൽ കയറും. സഞ്ജുവിനെ കാലൊക്കെ പിടിച്ചെറിയുന്നു. മസിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ കരയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ട്രെയിനിൽ ആരും ഇല്ല. എല്ലാവരും ഉള്ള ആൾക്കാരൊക്കെ ഉറങ്ങുക. അങ്ങനെ ഗുരുവായൂർ സ്റ്റേഷനിലെത്തിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പുറത്ത് പോയി റൂം എടുത്തതിന് ശേഷം ഒന്ന് കുളിച്ച് മാറ്റി ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കയറുന്നത്. ഈ പക്ഷീൻ്റെ ഇതിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ ഒരു ഏട്ടൻ മുല്ലപ്പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് മുല്ലപ്പൂ അധികം പറ്റുന്നില്ല, തലവേദന ഉണ്ടോ. അപ്പോൾ ഈ പൂവട്ട വാങ്ങിയത്. അങ്ങനെ ഈ പൂവൊക്കെ വാങ്ങി. ഞാൻ കല്യാണത്തിനും അങ്ങനെ തന്നെ മുല്ലപ്പൂ കുറവായിരുന്നു. കാരണം എനിക്ക് തലവേദന പെട്ടെന്ന് വരും. ഈ പൂ തന്നെയാണ് കൂടുതൽ വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ തലയിലൊക്കെ ചൂടി ഇങ്ങനെ അമ്പലത്തേക്ക് പോകാൻ നിൽക്കാം. ഞാനങ്ങനെ പൂവൊന്നും വെക്കാറില്ല. വല്ല ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം വെക്കാറുള്ളൂ കേട്ടോ. ഞങ്ങളിത് അമ്പലത്തിൻ്റെ പുറത്താട്ടോ. എന്ത് രസമല്ല ഇവിടെയൊക്കെ കാണാൻ. കൃഷ്ണൻ്റെ ഓരോ വിഗ്രഹങ്ങളും, അതേപോലെ തന്നെ മാല, പിന്നെ കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടം, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പുറത്ത് നിന്നിട്ടപ്പോൾ വീഡിയോ എടുക്കുന്നത്. പട്ടുപാവാട, അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ പോയ ടൈമിൽ തിരക്കേലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്നിട്ടാണ് അകത്തോട്ട് കയറിയത്. മഴപ്പീലി, അതേപോലെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. ചെറിയ ചെറിയ കുട്ടികളെ പട്ടുപാവാട, ധാവണി, പിന്നെ കൃഷ്ണൻ്റെ ഫോട്ടോസ്, അങ്ങനെ ഇവിടെയുള്ള കടകളൊക്കെ ഒരു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോ. പിന്നെ ഞങ്ങൾക്ക് വഴിപാടുണ്ടായിരുന്നു പട്ടൊക്കെ വാങ്ങാൻ. അപ്പോൾ അവിടെ നിന്ന് പട്ടൊക്കെ വാങ്ങി ഞങ്ങളിത് അമ്പലത്തിനുള്ളിലേക്ക് പോവാം കേട്ടോ. ഇവിടെ ഒന്നും ഒരു മനുഷ്യല്ലേ. ഞങ്ങളിവിടെ എത്തിയത് തന്നെ 3 മണിയൊക്കെ ഉണ്ടോ. അങ്ങനെ അമ്പലത്തിനുള്ളിലൊക്കെ കയറി തൊഴുത് പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള നമ്മുടെ മമ്മിയൂർ എന്ന് പറഞ്ഞ ശിവക്ഷേത്രം ഇല്ല, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ബാക്ക് സൈഡ് കൂടെ ഇങ്ങനെ പോകാണ്ടിരിക്കുക. പോണ വഴിക്കിലൊരു ഗേറ്റിൻ്റെ ഉള്ളിൽ ഒരു ആനൻ്റെ ഒരു വിഗ്രഹം കണ്ടായി. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. ഇവിടുന്ന് കുറച്ച് പോകാനുള്ളൂ മമ്മിയൂർ എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തേക്ക്. ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്കും പോകണം എന്നാണ് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ അമ്പലത്തേക്കും പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ ഈ ഹോട്ടലൊരു വനിതാ ഹോട്ടലാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിനുള്ളിൽ കയറിയപ്പോഴും കണ്ട കാഴ്ച വെച്ചാൽ കൃഷ്ണൻ്റെ വിഗ്രഹം, ഒരു നല്ല രസമുള്ളൊരു വിഗ്രഹം ഉണ്ടാവും. ഇവിടെ ഫുള്ളല്ല, ഒരുവിധം ഷോപ്പിലൊക്കെ കൃഷ്ണൻ്റെ ഗണപതിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു.
ഇവിടെ വന്നപ്പോഴും അത്ര തിരക്കൊന്നുമില്ലായിരുന്നു, കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഫുഡ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഓർഡർ നെയ്ദോശയും വടയാട്ടോ ഞാൻ ഓർഡർ ചെയ്ത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഗുരുവായൂർ റെയിൽവേയിലെത്തി. തിരിച്ച് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ KSRTCക്കാണ് പോകുന്നത്. നേരിട്ട് നിലമ്പൂർക്ക് KSRTC. അങ്ങനെ വണ്ടൂർ എത്തിയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ച്. എനിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഇഷ്ടമില്ല, സാധാ ചോറ്. വണ്ടൂർ എത്തിയപ്പോഴോ നല്ല മഴയോട് മഴ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ മഴ തുറന്നതിന് ശേഷം വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.